എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 1 ഇയർ ബേബിക്ക് വേണ്ടി ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. കുറച്ച് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുള്ള മോഡലുള്ള ഒരു സ്കേർട്ടാണ്. ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ കാർട്ടിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മള് 1 ഇയർ ആയിട്ടുള്ള ഒരു ബേബീന്റെ അളവിലാണ് ഈ ഒരു സ്കേർട്ട് ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾ പെട്ടെന്ന് വലുതാവൂലേ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പെട്ടെന്ന് വലുതാവും. കുറച്ചു കാലം കൂടി നമുക്ക് ഈ ഒരു സ്കേർട്ട് പിന്നെയും യൂസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് കണ്ടുനോക്കാം. 1 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. പ്രിന്റിനനുസരിച്ചിട്ട് ഫാബ്രിക് ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഒരു 15 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇയർ ബേബിക്ക് 15 ഇഞ്ച് ലെങ്ത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നാം. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് കാണിക്കാം. ഇതേപോലെ 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മീറ്റർ ഫാബ്രിക്കിൽ നിന്ന് 3 പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഈ പീസുകൾ നമ്മൾ ജോയിൻ ചെയ്തെടുക്കും. സെയിം ഇതേപോലെ തന്നെയാണ് നമ്മൾ ലൈനിങ്ങും ചെയ്യുന്നത്. ലൈനിങ് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ 15 ഇഞ്ച് ലെങ്ത് എടുത്തതിൽ നിന്ന് ഒരു 1 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് 14 ഇഞ്ചാണ് എടുക്കുന്നത്. എപ്പോഴും നമ്മൾ മെയിൻ ഫാബ്രിക്കിനേക്കാളും ലൈനിങ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് കുറച്ചത് കേട്ടോ. അപ്പോൾ അതേപോലെ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ലൈനിങ്ങിൽ നിന്ന് നമ്മൾ ഒറ്റ പീസ് മാത്രമേ കട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഫ്രണ്ട് പീസിൽ കൊടുക്കുന്ന അത്രയും വിടുത്ത് ലൈനിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് നിങ്ങൾ 1 മീറ്റർ എടുക്കുക. ഇവിടെ നമ്മൾ അത്രയും വിടുത്ത് വേണ്ട എന്നുള്ളത് കൊണ്ട് 1/2 മീറ്ററേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു പീസ് എന്ന് പറയുമ്പോൾ 44 ഇഞ്ച് വിടുത്ത് ഉണ്ടാവും. അത് തന്നെ നമുക്ക് അത്യാവശ്യം പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുണ്ടാവും കേട്ടോ. കട്ട് ചെയ്തിരിക്കുന്ന 2 പീസുകൾ തമ്മിൽ നമുക്ക് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ അടുത്ത പീസിന്റെ നല്ല വശം വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കാം. അപ്പൊ നമ്മളിപ്പോൾ 2 പീസ് ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിടുത്ത് ഉണ്ടാവും. ആ വിടുത്ത് മൊത്തമായിട്ട് ഇതേപോലെ താഴ്ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ ലെങ്ത് എടുക്കുന്ന സമയത്ത് ഞാൻ 15 ഇഞ്ച് ലെങ്ത് എടുത്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയും ലെങ്ത് ഒരു 1 ഇയർ ഉള്ള ബേബിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. അപ്പൊ അതെന്താ ചെയ്യണമെന്നുള്ളത് കാണിച്ചുതരാം. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഭാഗം ഉള്ളിലേക്ക് ഞാനിവിടെ 2.5 ഇഞ്ച് വിടുത്തിലാണ് മടക്കി കൊടുക്കുന്നത്. അതായത് നമ്മൾ 15 ഇഞ്ച് ലെങ്ത് ആണ് എടുത്തത്. അപ്പൊ നമ്മൾ 2.5 ഇഞ്ച് വിടുത്തിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു. ഒരു 1 ഇഞ്ചിൽ നമ്മൾ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചു. അപ്പൊ നമുക്ക് ബാക്കി 14 ഇഞ്ച് ലെങ്ത് ആണ് ഉണ്ടാവുക. ഈ 14 ഇഞ്ചിന് പിന്നെയും നമ്മളൊരു 2.5 ഇഞ്ച് മടക്കി കൊടുക്കുന്നുണ്ട്. ബാക്കി ബാലൻസ് ആയിട്ട് നമുക്ക് 11.5 ഇഞ്ചാണ് ഉണ്ടാവുക. ഈ 11.5 ഇഞ്ചിന് 1/2 ഇഞ്ച് നമ്മൾ മെയിൻ ഫാബ്രിക്കും നമ്മുടെ വേസ്റ്റ് ബാൻഡും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ബാക്കി ബാലൻസ് 11 ഇഞ്ച്. ഈ 11 ഇഞ്ചാണ് സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത്. ഈ 11ന്റെ കൂടെ വേസ്റ്റ് ബാൻഡും കൂടി വരും. ഒരു 1.5 ഇഞ്ചിന്റെ വേസ്റ്റ് ബാൻഡും കൂടി വരുമ്പോൾ 12.5 ഇഞ്ചാണ് ഈ ഒരു ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്കേർട്ടിന്റെ ലെങ്ത്. ഇപ്പൊ ഇവിടെ ഞാനൊരു 2.5 ഇഞ്ച് മടക്കിയിട്ട് മൊത്തമായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം അതേപോലെ തന്നെ ലൈനിങ്ങിലും ചെയ്യുന്നുണ്ട്. ലൈനിങ്ങിൽ നമ്മൾ നേരത്തെ 14 ആണ് എടുത്തത്. അപ്പൊ ലൈനിങ്ങിലും സെയിം ഇതേപോലെ തന്നെ 2.5 ഇഞ്ച് വിടത്തിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ പെട്ടെന്ന് വലുതാവും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ച് മൊത്തമായിട്ട് നമ്മൾ അയച്ചു കൊടുത്ത ലെങ്ത് ഉണ്ടാവും. നമ്മുടെ സ്കേർട്ടിന് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ കുറച്ചു കാലം കൂടി അവർക്ക് ഈ ഒരു സ്കേർട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള ഫാബ്രിക്, അതായത് ഒത്തിരി റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന ഫാബ്രിക് ഒറ്റ തവണ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയാണോ ചെയ്യാറ്? അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയണം. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പട്ടുപാവാട ചെയ്യുന്ന പോലെ കറക്റ്റ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയല്ല, ഇവിടെ റാൻഡം ആയിട്ട് ഗ്യാദേഴ്സ് പോലെ മേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കുട്ടീൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. അതിലേക്ക് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ 21 ഇഞ്ചാണ് എടുക്കുന്നത്. എലാസ്റ്റിക് അല്ല കൊടുക്കുന്നത്, നോർമൽ നമ്മൾ കെട്ടി കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഒപ്പം നമ്മളൊരു ഹൂക്കും കൂടി സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 17 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട്, അതിലേക്ക് 4 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 21 ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു അളവ് കണക്കാക്കിയിട്ട് ഞാൻ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി പ്ലീറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന മെയിൻ ഫാബ്രിക്കിന്റെ മുകളിലേക്ക് ലൈനിങ്ങും കൂടി വെച്ചിട്ട് ലൈനിങ്ങും സെയിം ഇതേപോലെ തന്നെ ഈ ഒരു അളവ് കണക്കാക്കിയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ലൈനിങ് വേറെ സെപ്പറേറ്റ് ചെയ്ത് പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈനിങ് ഇവിടെ നമ്മൾ ഒറ്റ പീസേ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള അത്രയും പ്ലേറ്റ് ലൈനിങ്ങിന് ഉണ്ടാവില്ല. അപ്പൊ ലൈനിങ്ങിന് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസിന്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷം
മുകളിന് നേരെ താഴേക്ക് ഒരു 2.5 ഇഞ്ച് വരെ നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഭാഗം അതേപോലെ ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ പ്ലീറ്റ് അടിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടി ചേർത്തിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളവിടെ ഓപ്പണിങ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു അത്രയും ഭാഗം വേണമെങ്കിൽ സിബ് കൊടുക്കണമെങ്കിൽ ഇൻവിസിബിൾ സിബ് കൊടുക്കണമെങ്കിൽ സിബ് കൊടുക്കുക. ആ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി ബാക്കി ഭാഗം അതായത് ഇപ്പോൾ നമ്മളിവിടെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ബാക്കി രണ്ട് എൻഡുകൾ ലൈനിങ്ങിൻ്റെയും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും ഞാനിവിടെ ഒന്നിച്ചാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. അതായത് മെയിൻ ഫാബ്രിക് വേറെയും ലൈനിങ് വേറെയും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ആ പ്ലീറ്റ് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ സ്ലിറ്റൊക്കെ അടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഇതേപോലെ സീം അലവൻസുകൾ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ആ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. 25 ഇഞ്ച് വിഡ്ത്തും 4 ഇഞ്ച് ലെങ്ത്തിലും മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തെടുക്കുക വെച്ചാൽ മെയിൻ ഫാബ്രിക്കിന്റെ അടിയിൽ ലൈനിങ് വെച്ചിട്ട് 4 വശങ്ങൾ ജസ്റ്റ് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫാബ്രിക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ ഈ ഓൾറെഡി പ്ലീറ്റ് ഇട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സ്കേർട്ടിന്റെ അടിഭാഗത്തായിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ചിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡ് പോയിന്റ് വരെ നമ്മൾ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചുളിവുകൾ ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻഡ് എത്തുന്ന സമയത്ത് നമ്മൾ ഒത്തിരി വിടുത്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൾഡ് അതായത് ഡബിൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് മാത്രം എക്സ്ട്രാ വെച്ചിട്ട് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. അപ്പം എനിക്കിവിടെ കറക്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാം. ഇതേപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ആ സ്റ്റിച്ച് കറക്റ്റായിട്ട് എൻഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് നിർത്തി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓൾറെഡി അവിടെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തത്. അപ്പം അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാനുണ്ടാവും. അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് അതായത് ഈ വേസ്റ്റ് ബാൻഡിന് വേണ്ടി വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് മുകൾ ഭാഗം ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മളിപ്പോൾ തയ്ച്ചിരിക്കുന്ന സീം അലവൻസിന്റെ മുകളിലായിട്ട് അതായത് ഈ സീം അലവൻസ് ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ കറക്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിൻ കുത്തി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആ സൈഡിലൂടെ അതേപോലെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ വേസ്റ്റ് ബാൻഡ് അവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നോർമൽ കെട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിട്ട് കൊടുക്കണമെങ്കിൽ കെട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ കെട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഹൂക്കും അയ്യും കൂടി ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്ന വീഡിയോ എന്ന് ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ സർക്കുലർ സ്കേർട്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ഫൈനൽ ലുക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്കേർട്ടിന്റെ ഭംഗി എത്രത്തോളം സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പ്രത്യേകിച്ച് ആ കളറും ആ പ്രിന്റും ഒക്കെ വരുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.